പാലക്കാട് വല്ലപ്പുഴയിൽ നിന്ന് കാണാതായ 15-കാരിയെ കണ്ടെത്തിയെന്ന ആശ്വാസ വാർത്ത വരുന്നു. ഗോവയിൽ നിന്നാണ് കുട്ടിയെ കണ്ടെത്തിയത്. കുട്ടി ഇപ്പോൾ ഗോവ പോലീസിന്റെ കസ്റ്റഡിയിലാണുള്ളത്. ആശ്വാസകരമായ വാർത്തയാണ് വരുന്നത്. രാവിലെ മുതൽ തന്നെ നമ്മളെല്ലാവരും തന്നെ ഈ വാർത്തയുടെ പുറകെ മാത്രമായിരുന്നു. ഈ വാർത്ത പുറത്തു വന്നതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഈ കുട്ടിയെ കണ്ടെത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതായത് ഗോവയിൽ നിന്നാണ് നിലവിൽ ഈ കുട്ടിയെ കണ്ടെത്തിയിരിക്കുന്ന മഡ്ഗോൺ പോലീസാണ് നിലവിൽ ഈ കുട്ടിയെ കണ്ടെത്തിയത് എന്നുള്ളതാണ് പറയുന്നത്. അതിൽ നിലമ്പൂരിൽ നിന്നുള്ള അധ്യാപകരുടെ സംഘം അവർ ഈ ഗോവയിൽ ട്രെയിനിൽ യാത്ര ചെയ്യുകയായിരുന്നു. ആ സമയത്താണ് ഈ ഗോവയിൽ വെച്ച് ഈ അധ്യാപകർ ഈ കുട്ടിയെ തിരിച്ചറിയുന്നത്. ഈ വാർത്ത കണ്ട് ഇതിന്റെ പശ്ചാത്തലത്തിൽ ഈ കുട്ടിയെ കണ്ടപ്പോൾ ഈ അധ്യാപകർ തിരിച്ചറിയുകയും പിന്നീട് ഗോവൻ പോലീസിനെ വിവരം അറിയിക്കുകയുമായിരുന്നു. അതോടൊപ്പം തന്നെ ഇവർ പട്ടാമ്പി പോലീസിനെയും ഒരേ സമയം തന്നെ അറിയിച്ചു. അങ്ങനെ പട്ടാമ്പി പോലീസും ഗോവയിലുള്ള പോലീസുമായി ബന്ധപ്പെടുകയും ചെയ്തു. അങ്ങനെ ഇരുവരും ചേർന്ന് നടത്തിയ നീക്കത്തിലാണ് ഇപ്പോൾ ഈ കുട്ടിയെ ഗോവയിൽ നിന്ന് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ഈ അധ്യാപകർക്ക് തോന്നിയ സംശയം, അതായത് നിലമ്പൂരിൽ നിന്ന് ഈ യാത്ര ചെയ്തിരുന്ന അധ്യാപകർക്ക് തോന്നിയ സംശയമാണ് ഈ കുട്ടിയെ കണ്ടെത്തുന്നതിൽ ഏറെ നിർണായകമായത്. കഴിഞ്ഞ 30-ാം തീയതിയാണ് ഈ വല്ലപ്പുഴ സ്വദേശിയായ 15-കാരിയെ കാണാതാകുന്നത്. പിന്നീട് പോലീസിന്റെ നേതൃത്വത്തിൽ സമാനതകളില്ലാത്ത ഒരു അന്വേഷണത്തിലേക്ക് കടന്നു. 5-അംഗ സംഘമായി തിരിഞ്ഞുകൊണ്ട് 36-ലധികം വരുന്ന പോലീസുകാർ 5-അംഗ സംഘമായി തിരിഞ്ഞുകൊണ്ടായിരുന്നു തിരച്ചിൽ. ഷൊർണൂർ ഡിവൈഎസ്പി തന്നെ ആ തിരച്ചിലിന് നേതൃത്വം കൊടുക്കുന്നു. അങ്ങനെ ഈ കുട്ടിയോടൊപ്പം യാത്ര ചെയ്യുന്ന ഒരു വ്യക്തി, അതായത് ഒരു പുരുഷൻ, യുവാവ് എന്ന് കരുതുന്ന ആളുടെ രേഖാചിത്രം അടക്കം ഒടുവിൽ പോലീസ് ഉച്ചയോടുകൂടി പുറത്തുവിടുന്നത് നമ്മൾ കണ്ടതാണ്. ആ രേഖാചിത്രം അടക്കം പുറത്തുവിട്ടുകൊണ്ട് ഈ കുട്ടിയെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ഒരു അന്വേഷണം അത് പോലീസിന്റെ എല്ലാ തലത്തിലും പോലീസ് നടത്തുന്നുണ്ടായിരുന്നു. അതിനിടയിലാണ് ഈ കുട്ടിയെ നിലമ്പൂരിൽ നിന്ന് ഈ ഗോവയിലേക്ക് യാത്ര ചെയ്യുകയായിരുന്ന അധ്യാപകരുടെ സംഘം ഈ കുട്ടിയെ തിരിച്ചറിയുന്നതും പിന്നീട് ഗോവൻ പോലീസിനും അതുപോലെ തന്നെ പട്ടാമ്പി പോലീസിനും നിർണായകമായ വിവരം കൈമാറുന്നു.